ഹായ് മച്ചാമാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണു അമ്മനിക്കുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളുടെ ചെയിൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് നമ്മുടെ റോയൽ എൻഫീൽഡിൽ തന്നെ ക്ലീനറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 200 രൂപ വരുന്നുണ്ട്. ഒരു 150 ml 200 രൂപയുടെ ബോട്ടിലാണിത്. നമ്മൾ ഈ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓറിങ് ടൈപ്പാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ചെയിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഓറിങ് ആണ് നല്ല രീതിയിൽ വൃത്തിയാക്കേണ്ടത്. മാക്സിമം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ടയർ ബാക്കിലോട്ട് കറക്കിയാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ അപകടത്തിൽപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ക്ലീനർ നന്നായിട്ട് അടിക്കുക, ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ക്ലീനർ ആ ചെയിനകത്ത് നല്ല രീതിയിലൊന്ന് പിടിക്കുന്നതിന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ പേസ്റ്റ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് അകവും പുറവും നമ്മൾ തുടച്ചു കൊടുക്കണം. നമ്മുടെ ചെയിന് ഏകദേശം ഒരു 500 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. എന്നിട്ട് ലൂബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചെയിൻ നല്ലൊരു ലൈഫ് കിട്ടത്തുള്ളൂ. വൃത്തിയാക്കാതെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയിൻ കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. ഓറിങ് ചെയിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചെയിനകത്ത് മടക്ക് വീണ് ചെയിൻ കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളൊരു 500 അല്ലെങ്കിൽ 500 എത്തുന്നതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് ഒട്ടിക്കുക. അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. അല്ലെങ്കിൽ ചെയിന് ഒട്ടും ലൈഫ് കിട്ടത്തില്ല. ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ അകവും പുറവും വൃത്തിയായിട്ട് തന്നെ കോട്ടൺ പേസ്റ്റ് ഉപയോഗിച്ച് തുടച്ചെടുക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ വീല് ബാക്കിലോട്ട് കറക്കി ക്ലീൻ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മുടെ വിരലൊക്കെ ആ സോക്കറ്റിൻ്റെ ഇടയ്ക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ നമ്മൾ വൃത്തിയായിട്ട് ചെയിൻ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം കറക്റ്റാക്കി വെച്ചേക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയിൻ ലൂബാണ് അടിക്കുന്നത്. ഇത് 150 ml 200 രൂപയുടെ ചെയിൻ ലൂബാണ്. ചെയിൻ ലൂബ് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഓറിങ്ങിൻ്റെ ഇടയിൽ കൂടി തന്നെ ലൂബ് അടിച്ചു പോവുക. ഈ കാണുന്ന പോലെ തന്നെ ലൂബ് അടിച്ചു പോവുക. 2 സൈഡിലായിട്ടും ലൂബ് അടിക്കുക. അപ്പോൾ നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നന്നായിട്ട് ലൂബ് അടിക്കുക. ഈ സൈഡിലും കൂടി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അധികം വരുന്ന ലൂബ് ഒരു വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ തുടച്ച് മാറ്റുക. അത് തുടച്ച് മാറ്റിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ വീൽ റിമ്പിനകത്തൊക്കെ ഈ ലൂബ് ചെന്ന് വീഴും. പെട്ടെന്ന് തന്നെ വണ്ടി പൊടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അധികം വരുന്നത് നമ്മൾ തുടച്ച് മാറ്റുക തന്നെ ചെയ്യണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി ചെയ്യുക. ഓക്കെ.